ഹായ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ് പരിചയപ്പെട്ടു. പ്രധാനമായിട്ടും ഫേസ് സ്പേസ്, അതുപോലെ ഫേസ് സ്പേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലൂവിൽസ് തിയറം എന്നുള്ള തിയറം പരിചയപ്പെട്ടു. ഈ ക്ലാസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു ക്വിക്ക് സമ്മറി നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു ഫേസ് സ്പേസ് എന്ന് പറഞ്ഞൊരു 6n ഡയമെൻഷണൽ സ്പേസ് നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ n പാർട്ടിക്കിൾ സിസ്റ്റം എന്ന് പറയുന്നത് n പാർട്ടിക്കിൾ സിസ്റ്റം വിൽ ബി represented by one point in the 6n dimensional space. 6n dimensional spaceൽ 1 പോയിന്റ് കൊണ്ട് നമുക്ക് നമ്മുടെ n പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ മൈക്രോ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഈ പോയിന്റിന് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് എന്ന് വിളിക്കും. ഓക്കെ, അതുപോലെ എൻസെമ്പിൾ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ പരിചയപ്പെട്ടു. എൻസെമ്പിൾ എന്ന് പറയുന്നത് ഫേസ് സ്പേസിൻ്റെ ലാംഗ്വേജ് പറഞ്ഞ് ഇറ്റ്സ് എ സ്വാം ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സ് ഇൻ ഫേസ് സ്പേസ്. അതായത് യു ആർ കൺസിഡറിങ് എ ലാർജ് നമ്പർ ഓഫ് ഐഡൻറ്റിക്കലി പ്രിപ്പയർഡ് സിസ്റ്റംസ്. ഐഡൻറ്റിക്കലി പ്രിപ്പയർഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക്കലി ഐഡൻറ്റിക്കലാണ്. ജനറലി ഇത് ഓരോന്നും ഓരോ ഡിഫറെൻറ്റ് മൈക്രോ സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഓരോ മൈക്രോ സ്റ്റേറ്റിന് കറസ്പോണ്ട് ചെയ്യുന്ന പോയിൻറ്റ്സ് നമ്മൾ ഫേസ് സ്പേസിൽ നോട്ട് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ കളക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഇൻ ഫേസ് സ്പേസ്. അപ്പോൾ എൻസെമ്പിൾ എന്ന് പറയുന്നത് ഫേസ് സ്പേസ് ലാംഗ്വേജിൽ ഇറ്റ്സ് എ സ്വാം ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഇൻ ഫേസ് സ്പേസ്. ഓക്കെ, നമ്മൾ ഫേസ് സ്പേസിലെ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഫേസ് സ്പേസിലെ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് അനുസരിച്ച് ഇവോൾവ് ചെയ്യും, വിച്ച് മീൻസ് ദാറ്റ് യു വിൽ ഹാവ് എ ഫ്ലക്സ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഇൻ ഫേസ് സ്പേസ്. ഒക്കെ ഒഴുക്ക്, ഫേസ് സ്പേസ് പോയിൻറ്റ്സിൻ്റെ അല്ല റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സിൻ്റെ ഒഴുക്ക് നമുക്ക് ഫേസ് സ്പേസിൽ കാണാൻ കഴിയും. ഈ ഫേസ് സ്പേസ് പോയിൻറ്റ്സിൻ്റെ ഫ്ലക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു തിയറാണ് ലീവിൽസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, ലൂവിൽസ് തിയറം പറയുന്നതാണ് ദ ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് ഓഫ് ദ ഡെൻസിറ്റി ഫംഗ്ഷൻ. ഓക്കെ, ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു. ദ ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് ഓഫ് ദ ഡെൻസിറ്റി ഫംഗ്ഷൻ വാനിഷസ് എലോങ് ദ ഫേസ് സ്പേസ് ട്രജക്ടറി. ഓക്കെ, നമ്മളൊരു ഫേസ് സ്പേസ് ട്രജക്ടറി ഫോളോ ചെയ്യുകയാണെങ്കിൽ എലോങ് ദാറ്റ് ട്രജക്ടറി ദ ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് ഓഫ് ദ ഡെൻസിറ്റി ഫംഗ്ഷൻ വിൽ വാനിഷ്. ഓക്കെ, എൻ്റെ മാത്തമാറ്റിക്കലായിട്ടുള്ള എക്സ്പ്രഷനാണിത്. ഡി റോ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡോ റോ ബൈ ഡോ ടി പ്ലസ് റോ വിത്ത് എച്ച്. ദിസ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഈ രീതിയിൽ പറയാം. ഡോ റോ ബൈ ഡോ ടി പ്ലസ് റോ വിത്ത് എച്ച്. ദിസ് ഇസ് ദ പോസോൺ ബ്രാക്കറ്റ്. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു 0. ഇതാണ് ലീവിൽസ് തിയറം പറയുന്നത്. ഓക്കെ, ഇനി ലീവിൽസ് തിയറം നമ്മൾ ഫേസ് സ്പേസ് വോള്യൂംസിനെ കുറിച്ചും എക്സാക്ട്ലി അതേ കാര്യം നമുക്ക് പറയാം. അപ്പോൾ ചില കേസസിൽ ലീവിൽസ് തിയറം വോള്യത്തിൻ്റെ ടേംസിലായിരിക്കും പറയുക. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും കൂടെ നമുക്ക് നോക്കാം. ആസ് ദ സിസ്റ്റംസ് കണ്ടെയ്ൻഡ് ഇൻ എ ടൈനി റീജിയൻ ഓഫ് ഫേസ് സ്പേസ് ഇവോൾവ് അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ മെക്കാനിക്സ്, the volume they occupy remains constant. Okay, the volume they occupy remains constant. Okay, initially നമ്മൾ ഒരു ഫേസ് സ്പേസ് വോള്യൂം വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ദിസ് ഇസ് ദ വോള്യൂം ഓക്യുപ്പൈഡ് ബൈ ദ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് കറസ്പോണ്ടിങ് ടു an ensemble. ഓക്കെ, ഈ വോള്യൂം ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. റൈറ്റ്, ഇനി because the volume is constant we can say that the probability density will also remain constant. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വേറൊരു കോൺസെപ്റ്റ് പറഞ്ഞു. ഇഫ് ദ പാർഷ്യൽ ടൈം ഡെറിവേറ്റീവ് ഓഫ് ദ ഡെൻസിറ്റി ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ഇസ് ഈക്വൽ ടു 0, ഡോ റോ ബൈ ഡോ ടി ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു സ്റ്റേഷനറി സ്റ്റേറ്റ് ആണെന്ന്. ഓക്കെ, അതായത് ടൈം ചേഞ്ച് ഉള്ളതുകൊണ്ട് മാത്രം ഈ ഡെൻസിറ്റി ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഒരു പോയിന്റിൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ ഓക്കെ, സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയും. നമ്മുടെ സിസ്റ്റം ഈക്വിലിബ്രിയത്തിലാണെങ്കിൽ സിസ്റ്റം ഇൻ ഈക്വിലിബ്രിയം can be what do you say, for a system in equilibrium this condition will be satisfied. നമ്മൾ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്നാണ് ഇതിന് പറയുക. ഇനി നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഫോർ എ സിംഗിൾ പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷൻ ദ കണ്ടീഷൻ എച്ച് ഓഫ് ക്യൂ പി ഈസ് ഈക്വൽ ടു ഇ ഡിഫൈൻസ്. അതായത് എച്ച് ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് വാല്യൂ ഇ. വാട്ട് ഡസ് ദിസ് ഡിഫൈൻ? ഫോർ എ സിംഗിൾ പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷൻ. സിംഗിൾ പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷനാണ്. റൈറ്റ്, അപ്പോൾ സിംഗിൾ പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഉദാഹരണത്തിന് അതിൻ്റെ ഫേസ് സ്പേസ് എന്ന് പറയുന്നത് 2 ഡയമെൻഷനിലായിരിക്കും അല്ലേ? കാരണം 1 പൊസിഷൻ കോർഡിനേറ്റും 1 മൊമെൻറ്റം കോർഡിനേറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ എഴുതുകയാണെങ്കിൽ വൈ ആക്സിസിൽ പി, എക്സ് ആക്സിസിൽ എക്സ് പൊസിഷനും വൈ ആക്സിൽ മൊമെൻറ്റ്, ഇത് 2 ഡയമെൻഷൻ. നമുക്കിത് ഇമാജിൻ ചെയ്യാവുന്നതാണ്. 2 ഡയമെൻഷണൽ ഫേസ് സ്പേസ് ആണ്. റൈറ്റ്, ഇനി 2 ഡയമെൻഷണൽ ഫേസ് സ്പേസിൽ എച്ച് ഓഫ് ക്യൂ പി ഈസ് ഈക്വൽ ടു ഇ. സോ സം ഫംഗ്ഷൻ ഓഫ് ക്യൂ പി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്നുള്ളതാണ്. റൈറ്റ്, അപ്പോൾ ഇത് എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? അപ്പോൾ ചോദ്യങ്ങൾ ഇതാണ്. എ ലൈൻ ഓൺ ഫേസ് സ്പേസ്, എ 2 ഡയമെൻഷണൽ സർഫസ് ഓൺ ഫേസ് സ്പേസ്, എ 3n ഡയമെൻഷണൽ വോള്യൂം ഓൺ ഫേസ് സ്പേസ്, ദ എൻറ്റയർ ഫേസ് സ്പേസ് ഫോർ ദ സിസ്റ്റം. ഓക്കെ, ഓൾറൈറ്റ്. സോ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന കണ്ടീഷൻ. റൈറ്റ്, ദിസ് കണ്ടീഷൻ ഈസ് എൻ ഇക്വേഷൻ ഫോർ എ സർഫസ്. ജനറലി this condition is an equation for a surface in a 3-dimensional space. Okay, in നമ്മൾ
2-dimensional സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഈ കണ്ടീഷൻ റൈറ്റ് എഫ് ഓഫ് എക്സ് is equal to c എന്ന് പറയുന്ന കണ്ടീഷൻ ഇറ്റ്സ് ജനറലി എ ലൈൻ. ഓക്കെ, ഇറ്റ്സ് ജനറലി എ ലൈൻ. ഓക്കെ, അപ്പോൾ ഈ എച്ച് ഓഫ് ക്യൂ കമ പി ഇസ് ഈക്വൽ ടു ഇ ഡിഫൈൻസ് ജസ്റ്റ് എ ലൈൻ ഇൻ ഫേസ് സ്പേസ്. അതായത് ഒരു സിംഗിൾ പാർട്ടിക്കിൾ 1-dimensional സിംഗിൾ പാർട്ടിക്കിളിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫേസ് സ്പേസ് ട്രജക്ടറി ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫൈൻഡ് ബൈ ദിസ് പെർട്ടിക്കുലർ കണ്ടീഷൻ. അതായത് എനർജി കോൺസ്റ്റൻ്റ് ആണ്, ഒരു കൺസർവേറ്റീവ് സിസ്റ്റമാണ്, എനർജി കോൺസ്റ്റൻ്റ് ആണ്, എന്താണ് അതിൻ്റെ എനർജി എന്ന് സ്പെസിഫൈ ചെയ്താൽ തന്നെ അതിൻ്റെ ട്രജക്ടറി ഡിഫൈൻ ചെയ്യപ്പെട്ടു. ഏത് കേസിൽ? ഇഫ് വി ആർ ടോക്കിംഗ് അബൌട്ട് എ സിംഗിൾ പാർട്ടിക്കിൾ ഇൻ 1 dimension. ഓക്കെ, ഇനി 2-dimensional ആണെങ്കിൽ ഇത് ട്രജക്ടറി ഡിഫൈൻ ചെയ്യില്ല. ട്രജക്ടറി ഡിഫൈൻ ചെയ്യാൻ വേറെ കുറച്ച് ഇക്വേഷൻസ് കൂടെ വേണം. പക്ഷേ സിംഗിൾ പാർട്ടിക്കിൾ ഇൻ 1 dimension ആണെങ്കിൽ സിസ്റ്റത്തിൻ്റെ ട്രജക്ടറി കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാൻ എച്ച് ഈക്വൽ ടു ഇ എന്നുള്ള കണ്ടീഷൻ മതി. ദാറ്റ് ഡിഫൈൻസ് എ ലൈൻ ഓൺ യുവർ ഫേസ് സ്പേസ്. ഓക്കെ, ഇത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഉദാഹരണത്തിന് ക്യൂ സ്ക്വയർ പ്ലസ് പി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ എന്നാണ് ഈ കണ്ടീഷൻ നൽകുന്നത്. എച്ച് ഓഫ് ക്യൂ കമ പി ഈസ് ഈക്വൽ ടു ഇ എന്നുള്ളത്. ദിസ് വിൽ ബി എ സർക്കിൾ ഇൻ ഫേസ് സ്പേസ്. Alright, ഈ സർക്കിൾ ദിസ് വിൽ ബി ദ trajectory of the representative point phase space also. Alright, it will be a circle in your 2-dimensional phase space. അല്ലേ, this is a circle equation ആണ് നമുക്കറിയാം അല്ലേ. x square plus y square is equal to a square. That's an equation of a circle. Alright, this circle is a single line in your phase space. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മീനിങ് ഇതാണ്. if you leave the system to itself, alright, suppose it starts here, then it will trace out this circle in phase space. Okay. Alright, so a line on phase space is the answer. Alright, a 2-dimensional surface on phase space, no, phase space itself is 2-dimensional. Alright, അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ this is what is a constraint on the values that q and p can take. നമ്മളിങ്ങനെ ഇക്വേഷൻ എഴുതുമ്പോൾ because there is one constant. Okay, you can imagine this as a constraint. Right? So if the phase space is 2-dimensional, this condition will correspond to one reduced dimension. This is one equation of constraint. Okay, you can talk about this as one equation of constraint. So if this is a 2-dimensional space, this constraint will reduce one what is independent degree of freedom. So there is only one independent degree of freedom, which means that you will get a line on phase space. Okay. Okay, the entire phase space for the system, no, that's no, ഇത് നമുക്ക് ഇത് അത്ര ഈ ഓപ്ഷൻ അത്ര അക്യുറേറ്റ് അല്ല. ദ എൻറ്റയർ ഫേസ് സ്പേസ് ഫോർ ദ സിസ്റ്റം, ദ എൻറ്റയർ ഫേസ് സ്പേസ് ഫോർ ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്റത്തിൻ്റെ എന്താണ് നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് സ്പേസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് സിസ്റ്റത്തിന് ഡിഫറെൻറ്റ് എനർജികളായിട്ട് ഇമാജിൻ ചെയ്യാം. റൈറ്റ്, ദിസ് മേ ഡിഫൈൻ ദ റെലവൻറ്റ് ഫേസ് സ്പേസ് റീജിയൻ ഫോർ എ പെർട്ടിക്കുലർ സിസ്റ്റം വിത്ത് ദിസ് കണ്ടീഷൻ. ഓക്കെ, ഈ സിസ്റ്റം ഈ കേസിൽ ഈ ലൈൻ എച്ച് ഈക്വൽ ടി എന്നുള്ള ലൈനിൽ മാത്രം സിസ്റ്റത്തിന് അയക്കാൻ കഴിയുള്ളൂ ഇഫ് ദ എനർജി ഡസ് നോട്ട് ചേഞ്ച്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നും നമ്മൾ പറയുന്നില്ല. എനർജി ചേഞ്ച് ചെയ്യില്ല എന്നോ ഡിഫറെൻറ്റ് എനർജിയുള്ള സിസ്റ്റംസ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറയുന്നില്ല. സോ ദ മോസ്റ്റ് റെലവൻറ്റ്, ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ഹിയർ ഇസ് ഓപ്ഷൻ എ. ഓൾറൈറ്റ്, which among the following is true? That's the next question. For autonomous systems, different phase space trajectories can intersect. Alright, for autonomous systems, different phase space trajectories can intersect. ഇപ്പോൾ autonomous systems എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സിസ്റ്റത്തിൻ്റെ റൂൾസ്, സിസ്റ്റത്തിൻ്റെ ടൈം എവല്യൂഷൻ്റെ റൂൾസ് ഇനീഷ്യലി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, ദീസ് ആർ autonomous systems. So you are not driving it. Okay, you are not changing the Hamiltonian in between. You are not changing the conditions in between. Okay, അങ്ങനത്തെ സിസ്റ്റംസ് ആണ് പറയുന്നത്. ഡിഫറെൻറ്റ് ഫേസ് സ്പേസ് ട്രജക്ടറീസ് ക്യാൻ ഇൻ്റർസെക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫേസ് സ്പേസ് എടുക്കുകയാണെങ്കിൽ ഫേസ് സ്പേസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന സിസ്റ്റത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റിൻ്റെ ട്രജക്ടറിയാണ് ഫേസ് സ്പേസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഫേസ് സ്പേസ് ട്രജക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇതാണ്. നമുക്കറിയാം ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഹാമിൽട്ടൺസ് ഇക്വേഷൻ നമ്മൾ സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് പറയുകയാണെങ്കിൽ, ഓക്കെ, റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ് നമ്മൾ ആദ്യം ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ദ ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ വിൽ കംപ്ലീറ്റ്ലി ആൻഡ് യുണീക്ക്ലി define what will be the next state. Okay, നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ് സ്പേസ് ആണ്, ഫേസ് സ്പേസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് സ്പേസ് ആണ്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ഹാമിൽട്ടൺസ് ഇക്വേഷൻ അനുസരിച്ച് അതിൻ്റെ തൊട്ട് കുറച്ച് കഴിഞ്ഞുള്ള സ്റ്റേറ്റ്, അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേറ്റും എല്ലാം യുണീക്ക്ലി ഡിറ്റർമിൻഡ് ആണ്. ഓക്കെ, അതായത് ഫേസ് സ്പേസിൽ ഒരു ഓട്ടോണോമസ് സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ ഫേസ് സ്പേസിന് ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സാക്ട്ലി ഒരു ഫ്യൂച്ചർ പോയിന്റ് ഉണ്ടാവുള്ളൂ, എക്സാക്ട്ലി ഒരു പാസ്റ്റ് പോയിന്റ് ഉണ്ടാവുള്ളൂ. റൈറ്റ്, അതായത് എവറി സ്റ്റേറ്റ് ഇവോൾവ്സ് ഇൻ ടു a single state, unique state in the future, and it will have come from a unique state in the past. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. റൈറ്റ്, ഇത് പറയാം. അതായത് എവറി സ്റ്റേറ്റ് ഇവോൾവ്സ് ഇൻ ടു
a unique state and will have come unique state. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഫേസ് സ്പേസിൽ ഒരു വെക്റ്റർ ഫീൽഡായിട്ട് ഇമാജിൻ ചെയ്യാമെന്ന് പറഞ്ഞു, ഹാമിൽട്ടൺസ് ഇക്വേഷൻ അല്ലേ. അതായത് ഓരോ പോയിന്റിന് കറസ്പോണ്ട് ചെയ്തതും അതിൻ്റെ തൊട്ടടുത്ത നിമിഷം അത് എങ്ങോട്ടായിരിക്കും, അതിൻ്റെ അടുത്ത സ്റ്റേറ്റ് എന്തായിരിക്കും എന്നാണ് ഈ വെക്റ്റർ ഫീൽഡ് കാണിച്ചു തരുന്നത്. ഓൾറൈറ്റ്, ദിസ് ഡിഫൈൻഡ് ബൈ ഹാമിൽട്ടൺസ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്യൂച്ചറും പാസ്റ്റും എല്ലാം കംപ്ലീറ്റ്ലി ഡിറ്റർമിൻഡ് ആണ് ബൈ ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഓൾറൈറ്റ്, ഇനി ഫേസ് സ്പേസ് ട്രജക്ടറി ഇൻ്റർസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതാണ്, ഇങ്ങനെ ഒരു ഫേസ് സ്പേസ് ട്രജക്ടറി ആണെന്ന് കരുതുക. ഓൾറൈറ്റ്, ഇങ്ങനെ ഒരു ഫേസ് സ്പേസ് ട്രജക്ടറി ആണെങ്കിൽ ഈ ഫേസ് സ്പേസ് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഫേസ് സ്പേസ് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്യൂച്ചർ എങ്ങോട്ടാണ്? ഇത് ഞാൻ ആരോ വരച്ചത് ഫ്യൂച്ചർ റിവല്യൂഷനെ കാണിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഈ ഫേസ് സ്പേസ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഫേസ് സ്പേസ് പോയിന്റ് ഇതാണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് ആയിട്ട് എടുക്കുന്നതെന്ന് കരുതുക. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ദിസ് വുഡ് മീൻ ദാറ്റ് ഇറ്റ് കുഡ് എയ്തർ ഗോ ഹിയർ, ഓക്കെ, ഇറ്റ് കുഡ് എയ്തർ ഗോ ഹിയർ ഓർ ഗോ ഹിയർ. റൈറ്റ്, അതായത് ഇതാണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത് യൂണിക്ക്ലി ഡിറ്റർമിൻഡ് അല്ല, അല്ലേ? അത് ഇങ്ങോട്ടാവാം അല്ലെങ്കിൽ ഇങ്ങോട്ടും ആവാം. റൈറ്റ്, ബട്ട് ദ ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ആക്ച്വലി വി ക്യാൻ ഷോ ദാറ്റ് ദേ യുണീക്ക്ലി determine its future or past. Right? അതുകൊണ്ട് this kind of crossing trajectories is not allowed for autonomous systems. Right? അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ the equations of motion will tell you uniquely what will be the next state, what will be the next possible state. Alright, അതുപോലെ ഇതിൻ്റെ പാസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിലും ഇത് ഇവിടെ നിന്നാണോ വന്നത് ഇവിടെ നിന്നാണോ വന്നത് നമുക്ക് അറിയാത്ത അവസ്ഥ വരും. Alright, that's not possible to determine whether നമ്മൾ ഇതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ പാസ്റ്റ് എന്താണ് ഫ്യൂച്ചർ എന്താണെന്നുള്ളത് യൂണിക്കലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാതെ വരും. സോ ഇറ്റ്സ് an important fundamental property of the laws of motion that every state uniquely evolves into another state. Alright, ഈ ഒരു കാര്യത്തെയാണ് പൊതുവെ നമ്മൾ കൺസർവേഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് ജനറലി നോൺ ആസ് കൺസർവേഷൻ ഓഫ് ഇൻഫർമേഷൻ. കൺസർവേഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ഇതാണ്, നമ്മൾ ഇനീഷ്യൽ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് അറിയുകയാണെങ്കിൽ, ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് അറിയുകയാണെങ്കിൽ അതിൻ്റെ പാസ്റ്റും ഫ്യൂച്ചറും നമുക്ക് യൂണിക്കായിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയും. ആ സിസ്റ്റത്തിനെ കുറിച്ച് അറിയാനുള്ള ഇൻഫർമേഷൻ കൺസർവ്ഡ് ആണ്, ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച്. ഓൾറൈറ്റ്, സോ ദിസ് ഇസ് ജനറലി നോൺ ആസ് കൺസർവേഷൻ ഓഫ് ഇൻഫർമേഷൻ. സോ ഇൻഫർമേഷൻ ഇസ് കൺസർവ്ഡ് എന്ന് ജനറലി പറയും. ഓക്കെ, ഓൾറൈറ്റ്, സോ ദിസ് cannot be a true option. The second option is this: given the initial state, Hamilton's equations can be used to find the future state of the system but not the past. Okay, ഇനീഷ്യൽ സ്റ്റേറ്റ് തരികയാണെങ്കിൽ ഫേസ് സ്പേസിൽ എവിടെയാണെന്ന് പറയുകയാണെങ്കിൽ ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ ഫ്യൂച്ചർ നമുക്ക് കണ്ടുപിടിക്കാം, പക്ഷേ എവിടെ നിന്നാണ് വന്നതെന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത്. ദിസ് ഓൾസോ നോട്ട് ട്രൂ. ഹാമിൽട്ടൺസ് ഇക്വേഷൻ വർക്ക്സ് ഈക്വലി വെൽ. ഇപ്പോൾ ന്യൂട്ടൺസ് ഇക്വേഷൻ ആണെങ്കിലും ഹാമിൽട്ടൺസ് ഇക്വേഷൻ ആണെങ്കിലും ഈവൻ ഷ്രോഡിംഗർ ഇക്വേഷൻ ആണെങ്കിലും all these basic laws in physics, they work equally well towards past and future. പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും ഒരുപോലെ വർക്ക് ചെയ്യും. ഇപ്പോൾ ഫിസിക്സിലെ നിയമങ്ങളനുസരിച്ച് ഉപയോഗിച്ച് നമുക്ക് സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്തെ സ്റ്റേറ്റ് അറിയാമെങ്കിൽ അതിൻ്റെ പാസ്റ്റും ഇൻ പ്രിൻസിപ്പിൾ അതിൻ്റെ പാസ്റ്റ് സ്റ്റേറ്റും അതിൻ്റെ ഫ്യൂച്ചർ സ്റ്റേറ്റും എല്ലാം അത് എവിടെ നിന്നാണ് വന്നത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും എന്നതിലുപരി ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിറ്റർമിൻഡ്. ഓൾറൈറ്റ്, the state of, so generally in physics, okay, laws of physics in such a way that state of the system, okay, at any time along with the, what do you say, the dynamical law. Okay, dynamical law എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ ആവാം, ക്ലാസിക്കൽ മെക്കാനിക്സിൽ ക്വാണ്ടം മെക്കാനിക്സിലാണെങ്കിൽ ഷ്രോഡിംഗർ ഇക്വേഷൻ ആവാം, ഡിറ്റർമിൻസ് the state at any other time, whether past or future. Okay, any other time, whether past or future. ക്വാണ്ടം മെക്കാനിക്സിൽ വരുമ്പോൾ നമ്മൾ ഫേസ് സ്പേസ് അല്ല ഉപയോഗിക്കുക, ഹിൽബർട്ട് സ്പേസ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഉപയോഗിക്കുക, അതിലേക്ക് പോകണ്ട. ബട്ട് ദിസ് ഇസ് ജനറലി ട്രൂ ഫോർ ഓൾ കേസ്. സോ ദിസ് ഓൾസോ ഇസ് നോട്ട് ട്രൂ, റൈറ്റ്, ബട്ട് നോട്ട് ദ പാസ്റ്റ്. ദാറ്റ്സ് ഓൾസോ ജനറലി നോട്ട് ട്രൂ. For the option C is for any representative point on the allowed region of phase space, there exists a unique past and a unique future. Indeed, this is correct. Okay, there exists a unique past and a unique future. Okay, that's the conservation of information. At the option we will for conservative systems in 3-dimensional space, the phase space trajectories are completely determined by the condition h equal to E. All right. Okay, so this we can, this is the
നമ്മളൊരു 3-dimensional സ്പേസ് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, 3-dimensional സ്പേസിൽ 3-dimensional സ്പേസിലുള്ള ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇറ്റ്സ് phase space will be 6-dimensional. If you take a single particle, okay, its phase space phase space will be 6-dimensional. Alright, 6-dimensional phase space നമ്മളൊരു സിംഗിൾ പാർട്ടിക്കിൾ തന്നെ എടുക്കുകയാണെങ്കിൽ, alright, ഇനി h of qi, pi, alright, so there are 3 qi and 3 pi, alright, is equal to E. This defines a surface. This defines, actually it's a hypersurface, a 5-dimensional surface. Okay, so this will be a 5-dimensional surface in your phase space. Alright, it does not uniquely determine the trajectory. Trajectory uniquely determine ചെയ്യാൻ നമുക്ക് വേറെ കുറച്ച് ഇൻഫർമേഷൻ കൂടെ ആവശ്യമുണ്ട്. We can know that the trajectory will be confined within this region. Okay, ഇതാണ് allowed region. ട്രജക്ടറി ഇതിൻ്റെ ഉള്ളിൽ കൺഫൈൻഡ് ആയിരിക്കും എന്ന് അറിയാം, പക്ഷേ ഇത് മാത്രം പോരാ. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1-dimensional സിസ്റ്റം ആണെങ്കിൽ, നമുക്ക് ഒരു പാർട്ടിക്കിൾ ഇൻ 1 dimension ആണെങ്കിൽ h equal to E എന്ന് പറയുന്ന സർഫസ് എന്ന് പറയുന്നത്, that surface is a line. Okay, so that determines it completely. But for higher dimensions, this is not true. Alright, so this is also not true. Option C is the statement which is true. The phase space trajectory for 1-dimensional simple harmonic oscillator is, okay, simple harmonic oscillator is a straight line, a parabola, a wave-like pattern, an ellipse. Okay, so if you have a phase space, 1-dimensional system, we have got a 2-dimensional phase space. They are asking if it's some sort of a straight line or a parabola or some sort of wave-like pattern, periodic wave-like pattern, or an ellipse. Okay, ഇനി ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. We look at the Hamiltonian. Okay, ഇതൊരു 1-dimensional system ആണ് അല്ലേ, 1-dimensional. ഇത് പല രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം, പക്ഷേ ഇതൊരു 1-dimensional system ആണെന്ന് പറയുന്നത്. So h equal to E will completely define its trajectory. Okay, what's the Hamiltonian for a simple harmonic oscillator? We know that it's p square by 2m plus half m omega square x square, അല്ലെങ്കിൽ half kx square എന്ന് എഴുതാം അല്ലേ, half. Alright, now what's the condition for 1-dimensional simple harmonic oscillator? So what's the condition of what do you say, conservation of energy? Alright, so if we say that the energy is conserved, that means h equal to E. So p square by 2m plus half kx square is equal to E. So if we rearrange, you'll see that p square divided by 2me plus x square divided by how do you write this, 2e divided by k. Alright, that's equal to 1. So this is of the form x square by a square plus y square by b square is equal to constant or is equal to 1, which is an equation for an ellipse. This is an equation for ellipse. Okay, അതായത് നമ്മൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫേസ് സ്പേസ് ട്രജക്ടറി എന്ന് പറയുന്നത് എലിപ്സ് ആണ്. ഓക്കെ, എലിപ്സസ് ആണ്. ഇനി ഇതൊരു പെർട്ടിക്കുലർ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണെങ്കിൽ ഇതിന് കൂടിയ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടെങ്കിൽ വിൽ ഹാവ് എ ഡിഫറെൻറ്റ് എലിപ്സ്. ഓക്കെ, സോ യു ക്യാൻ സേ ദാറ്റ് ദ corresponding to different energies you will have different ellipses, but all these are ellipses in phase space. Alright, അപ്പോൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ നമുക്കറിയാം ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിലും റിയൽ സ്പേസിൽ നമ്മൾ ഫിസിക്കൽ സ്പേസ് റിയൽ സ്പേസിൽ മാത്രം നോക്കുകയാണെങ്കിൽ വേവ് ലൈക്ക് പാറ്റേൺ നമുക്ക് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. ഫേസ് സ്പേസിൽ നോക്കുകയാണെങ്കിൽ വിൽ സീ ദാറ്റ് ദീസ് ആർ എലിപ്സസ്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. The fourth question, representative point in phase space represents. All right, what does it represent? So it stands for the spatial configuration of the system? No, the spatial configuration of the system എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പേസിൽ അത് എവിടെയാണെന്ന് പറയുന്നത് സ്പേഷ്യൽ കോൺഫിഗറേഷൻ. ഓൾറൈറ്റ്, അതായത് അതിൻ്റെ സ്പേഷ്യൽ കോർഡിനേറ്റ്സ് മാത്രം പറയുന്നത്. ഈ സ്പേഷ്യൽ കോൺഫിഗറേഷൻ ഓഫ് സിസ്റ്റം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആക്ച്വലി കോൺഫിഗറേഷൻ സ്പേസിലെ പോയിൻ്റാണ്. കോൺഫിഗറേഷൻ സ്പേസ് അതിന് സിസ്റ്റം പോയിൻ്റ് എന്ന് പറയും. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോൺഫിഗറേഷൻ സ്പേസ് ഉണ്ട്. കോൺഫിഗറേഷൻ സ്പേസിലുള്ള പോയിന്റിനെ നമ്മൾ സിസ്റ്റം പോയിന്റ് എന്ന് വിളിക്കാറുണ്ട്. സിസ്റ്റം പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ ചില പുസ്തകങ്ങളിൽ ഫേസ് സ്പേസിലുള്ള പോയിന്റിന് സിസ്റ്റം പോയിന്റ് എന്ന് പറയാറുണ്ട്. ബട്ട് ഓക്കെ, അപ്പോൾ ഈ സ്പേഷ്യൽ കോൺഫിഗറേഷൻ സൂചിപ്പിക്കുന്ന സ്പേസ് ആണ് കോൺഫിഗറേഷൻ സ്പേസ് എന്ന് പറയുന്നത്. ദാറ്റ്സ് എ 3n dimensional space. ഓക്കെ, ദാറ്റ്സ് എ 3n dimensional space. ഓക്കെ, സോ ദിസ് ഇസ് നോട്ട് ട്രൂ ഇൻ ഫേസ് സ്പേസ്.
the phase space point does not represent just a spatial configuration. It gives you the entire state of the system. നമുക്കറിയാം spatial configuration എന്ന് പറയുന്നത് it's only half of the specification of the state of the system. നമ്മൾ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് ക്ലാസിക്കൽ മെക്കാനിക്കലി സ്പെസിഫൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ spatial configuration എന്ന് പറയുന്നത് ആ സ്റ്റേറ്റിൻ്റെ സ്പെസിഫിക്കേഷൻ്റെ പകുതി മാത്രമാകുന്നുള്ളൂ. ഓക്കെ, ഫുൾ സ്പെസിഫിക്കേഷൻ വേണമെങ്കിൽ അതിൻ്റെ മൊമെൻറ്റം കോമ്പണൻസും കൂടെ പറയുന്നു. The time evolution of the system? No, representative point as such does not give you the time evolution of the system. Okay, time evolution of the system will be given by trajectories followed by the representative point. All right, so this is not entirely correct. The complete state of the entire system. Yeah, this is the correct answer. All right, the representative point in phase space represents the complete state of the entire physical system. All right, so option C is the correct answer. So we can strike out D also. The fifth question, which among the following quantifies the standard deviation for a variable u? Okay, so standard deviation ഏതാണെന്നാണ്. Okay, this is average u average square plus average of u square, u minus average of u. No, u square minus average. This is the correct answer. All right, standard deviation is given by square root of this quantity, u square minus average of u square minus average u square. All right, in case this equation is called the variance. All right, this is called the variance. So this is sigma square actually. Standard deviation എന്ന് പറയുന്നത് ഈ വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടാണ്. All right, ഇത് അതായത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ചെയ്യേണ്ടത് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യുന്നു, ഒരു ആവറേജ് വാല്യൂയിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. All right, so അതിനെ ക്വാണ്ടിഫൈ ചെയ്യുന്ന കാര്യമാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഉപയോഗിക്കുന്ന അൺസർട്ടനിറ്റിയുടെ മെഷർ ഇത് തന്നെയാണ്. റൈറ്റ്, സോ ദ കറക്റ്റ് ആൻസർ ഇസ് ദിസ് തിങ്. റൈറ്റ്, സോ സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ, അതായത് ആവറേജ് വാല്യൂ ഓഫ് യു സ്ക്വയർ മൈനസ് ആവറേജ് വാല്യൂ ഓഫ് യു ഹോൾ സ്ക്വയർ. റൈറ്റ്, ഓക്കെ. Now, which among the following is the variance of the variable u? Variance ഏതാണെന്നാണ്. ദിസ് ഇസ് ദ വേരിയൻസ്. ഒക്കെ ഞാൻ കഴിഞ്ഞ ഇതിന് തൊട്ടുമ്പത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ ആണ്. സിഗ്മ സ്ക്വയറിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത്. റൈറ്റ്, സോ ഇറ്റ്സ് ആവറേജ് ഓഫ് യു സ്ക്വയർ മൈനസ് യു ആവറേജ് സ്ക്വയർ. റൈറ്റ്, സോ ദാറ്റ്സ് ദ വേരിയൻസ്. നമ്മൾ ഫ്ലക്ച്വേഷൻസ് ഒക്കെ പറയുമ്പോൾ ഇത്തരം ക്വാണ്ടിറ്റീസ് ആണ് കാണുക. Which of the following is not a statement of Liouville's theorem? Right, now we are coming to Liouville's theorem. Which of the following is not a statement of Liouville's theorem? All right, that statement noka, the density of states in an ensemble of many identical states with different initial conditions is constant along every trajectory in phase space. Okay, this indeed is a statement for Liouville's theorem. The density of states in an ensemble of many identical states with different initial conditions is constant along every trajectory in phase space. This exactly is the Liouville's theorem. Right, it remains constant along every trajectory in phase space. So if you take the, all right, that's the statement of Liouville's theorem that we are familiar with. Let's go to the next option. As the systems contained in a tiny region of phase space evolve according to classical mechanics, the volume they occupy remains constant. This also is a statement of Liouville's theorem. Okay, നമ്മൾ കണ്ടതാണ്. വോള്യത്തെക്കുറിച്ച് നമുക്ക് ഇതേ കാര്യം പറയാം. ഈ നമ്മുടെ ഫിസിക്കൽ സിസ്റ്റം കണ്ടെയ്ൻ ചെയ്യുന്ന വോള്യം, okay, that remains constant. It does not change. Option C, the geometrical shape of the phase space volume representing the ensemble will remain intact under Hamiltonian evolution. All right, അതായത് ഇനീഷ്യലി ഒരു സ്ഫെറിക്കൽ വോള്യം ആണെങ്കിൽ ആഫ്റ്റർ ടൈം എവല്യൂഷൻ ഓൾസോ യു വിൽ ഗെറ്റ് എ സ്ഫെറിക്കൽ വോള്യം. ഓക്കെ, ഇത് Liouville's theorem imply ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. The answer is no. All right, the volume can get deformed. Right, the volume of the what do you say? The volume of the region representing your system can change. Volume change ചെയ്യില്ല, വോള്യത്തിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാം. All right, it can get distorted. It can get completely distorted. Okay, it can get completely distorted. Initially ഇങ്ങനെയാണെങ്കിൽ it can get, let's say, completely distorted. Okay, but the volume of this region will be exactly the same. Okay, right, the initial volume the final volume could be something like this.
Okay, the shape of the finite volume. The only thing is that the volume itself, okay, the volume of this region will be equal to the volume of this region. It can get distorted beyond recognition. Okay, that's how systems may have very complicated time evolution. So this is not true. Okay, so this is the answer. The question was, which of the following is not a statement of Liouville's theorem? Option C is not a statement of Liouville's theorem. This is wrong. All right. Let's also check option D. The local density of the representative points as viewed by an observer moving with the representative point stays constant in time. All right, this is also correct. Okay, the density of states remains constant along every trajectory in the it remains constant as viewed by an observer moving with representative point in the same one. All right, it stays constant in time in the Liouville's theorem statement. So option C is not a statement of Liouville's theorem. Question number 8. The density of states in an ensemble of many identical states with different initial conditions is dash along every trajectory in phase space. Right? What is it? Is it a constant, zero, increasing, or none of the above? Okay, so density of state remains constant. So that's Liouville's theorem again. ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് കാണാറുണ്ട്. The Liouville's equation describes the time evolution of the space distribution function. The Liouville equation describes the time evolution of the, okay, so this the question is a little bit vague here. The Liouville equation describes the time evolution of the I think we can just correct this like this. The Liouville's equation describes the time evolution of what? Okay, we'll put a dash here, right? Of the distribution function in. Okay, there's a small problem with this question. Let's first correct this question. Okay, the Liouville's equation describes the time evolution of the distribution function. Let's cut this, of the distribution function in dash. Okay, so I'll correct this question in the notes. You should read the question like this. The Liouville equation describes the time evolution of the distribution function in, all right, distribution function in, is it configuration space? No. All right, is it in phase space? Yes. The Liouville's equation describes the time evolution of the distribution function in phase space. All right, in phase space. Okay, in space time? No, not in space time. None of this? No. It's phase space. Phase space is the correct answer. Next one, the phase space distribution rho is the function of momentum, generalized coordinates, both A and B, none of this. Okay, it's both A and B. Generally, it could be a function of both P and Q. Right? It could also have a time dependence. Okay, so generally, but it's always a function of, generally it's a function of P and Q. Alright, but time in a so both A and B is the correct answer. Okay. Next question is Liouville's theorem, dou rho by dou t is equal to. Liouville's theorem, Liouville's equation, alright, Liouville's equation, d rho by dt, this is equal to 0. Okay, dou rho by dou t plus the Poisson bracket of rho with h is equal to 0. Right, so this means that dou rho by dou t is equal to minus of rho with h. Okay, so this is the answer. Dou rho by dou t equal to minus of rho with h. Minus of rho, the Poisson bracket of rho with h. So that's the correct answer. So these are easy questions once you have the conceptual idea of what's going on. Alright, ഇത്തരം conceptual ആയിട്ടുള്ള ഇത് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് ചോദിച്ച് കാണാറുള്ളത്. Volume element in phase space is d cube pi, d cube qi, d cube pi. So this is the answer. Alright, volume element in phase space is, so this is for a single particle. Alright, a single particle system volume element. Suitable answer it's d cube pi, d cube qi. If there are n particles, this would be d raised to 3n pi, d3n qi. Okay. Liouville equation is valid for. Okay, is it valid for equilibrium systems, only equilibrium systems, non-equilibrium systems as well, both A and B, none of the above. Right? So this Liouville's theorem, it's a general theorem for all
classical mechanical systems. Okay, at least classical Liouville's equation. There's also a quantum version. We'll see that soon. But the classical version is true for all systems. അതായത് നമ്മൾ സിസ്റ്റം അതിൻ്റെ മൈക്രോസ്റ്റേറ്റ് ഏത് രീതിയിലാണെന്നുള്ളതിനെ കുറിച്ച് യാതൊരു അസംഷനും എടുക്കാതെയാണ് ലീവിൽസ് തിയറം പ്രൂവ് ചെയ്തത്. നമ്മൾ ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഉപയോഗിച്ചു. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെദർ ദ സിസ്റ്റം ഇസ് ഇൻ ഈക്വിലിബ്രിയം ഓർ നോട്ട് ഇൻ ഈക്വിലിബ്രിയം. ലീവിൽസ് ഇക്വേഷൻ ഇസ് വാലിഡ്. റൈറ്റ്? സോ ഇറ്റ്സ് ബോത്ത് എ ആൻഡ് ബി. It's both A and B. So there's a tendency for us to write equilibrium systems. So students have made these sorts of mistakes, but it has to be both systems in equilibrium and not in equilibrium. For all systems, Liouville's theorem or Liouville's equation is valid. According to Liouville's theorem, the flow of phase space of Hamiltonian systems are, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ ലീവിൽസ് തിയറം എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഇൻകംപ്രസിബിൾ ഫ്ലോ ആയിട്ട് ബന്ധപ്പെട്ടാണ്. റൈറ്റ്? സോ there's a way of talking about Liouville's theorem that the flow of representative point is incompressible. നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിലുള്ള ഇത് നോക്കുകയാണെങ്കിൽ ഇവല്യൂഷൻ അല്ലെങ്കിൽ ഫ്ലോ നോക്കുകയാണെങ്കിൽ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ ഫ്ലോയ്ക്ക് കറസ്പോണ്ട് ചെയ്യുന്ന ഇക്വേഷനുമായിട്ട് സമാനമാണ് ഈ Liouville's theorem ആയിട്ട് കറസ്പോണ്ട് ചെയ്യുന്ന ഇക്വേഷൻ. സോ ഇറ്റ്സ് ഇൻകംപ്രസിബിൾ. റൈറ്റ്? Is it compressible? Constant, straight line? No, it's incompressible. All right. According to Liouville's theorem, for a system in equilibrium, summation over I equal to 1 to 3n dou rho by dou qa dou h by dou pa. Okay, so this is the not commutator, the Poisson bracket, rho with h. Okay, for a system in equilibrium, what is this quantity equal to? Is it increasing? Is it infinite? Is it 0 or minus infinite? Right? What's the answer? So if you remember the Liouville's theorem says that d rho by dt is equal to 0. Okay, in other words, this is dou rho by dou t plus commutator of rho with, not commutator, Poisson bracket of rho with h is equal to 0. Okay. Now if for a system in equilibrium, we know that dou rho by dou t is equal to 0. So this means that rho with h is equal to 0. For system in equilibrium, this is 0. Okay, for system in equilibrium, this is equal to 0. So rho with h is equal to 0. So option C is the correct answer. Okay. Which among the following is not true? So let's be careful. ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. Right? A system has an equal probability of being in any microstate that is consistent with the current macrostate. All right? Being in any microstate that is consistent with its current macrostate. This is actually true. Okay, at least for systems in equilibrium. Equilibrium systems in equilibrium is true. This is known as the postulate of equal a priori probabilities. Okay, this is known as equal a priori probabilities. The postulate of equal a priori probabilities. Okay, so this can pass. All right, at least for systems in equilibrium, this is true. Right, so let's say that this is true. Okay, this at least is true sometimes. An isolated system that satisfies the postulate of equal a priori probabilities is said to be in equilibrium. Alright, this is also true. Alright, an isolated system that satisfies the postulate of equal a priori probabilities can be said to be in equilibrium. Equilibrium system ആണെങ്കിൽ equal a priori probabilities അതിൻ്റെ ഓരോ മൈക്രോസ്റ്റേറ്റുമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എല്ലാ മൈക്രോസ്റ്റേറ്റും ഈക്വലി പ്രോബബിൾ ആണ്. ഓക്കെ, അത് നമ്മൾ എൻസംബിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ യു ആർ കൺസിഡറിങ് എ ലാർജ് നമ്പർ ഓഫ് സിസ്റ്റംസ് with large number of systems corresponding to a macrostate. Right? നമ്മൾ ഇത് റാൻഡം ആയിട്ട് പിക്ക് ചെയ്യുകയാണെങ്കിൽ അത് അതിൻ്റെ ഏതൊരു പോസിബിൾ മൈക്രോസ്റ്റേറ്റിലാണുള്ള പ്രോബിലിറ്റിയും ഈക്വൽ ആണ്. Okay, suppose there are omega number of microstate, the probability that you will pick any microstate will be 1 by omega. The probability that you will pick any microstate will be 1 divided by the total number of microstates. They all are equally probable. Okay, അത് ഈക്വലിബ്രിയത്തിലാണെങ്കിലാണ് ശരിയായിട്ടുള്ളത്. Option C, an isolated system is in equilibrium if the probability distribution of its microstates does not change with time. Okay, this is also correct. If we can say that, okay, at least this is partially true. Okay, dou rho by dou t 0 aanengil we can say that the system is in equilibrium. All right.
is it necessarily true? We don't know, but I think this also can pass. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ ചൂസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സ് എൻറ്റയർലി ജനറൽ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എല്ലാ ഓപ്ഷൻസും വായിച്ച് നോക്കാം, ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഓപ്ഷൻ an isolated system is in equilibrium if the probability distribution of its microstates does not change with time. ഓക്കെ, ആക്ച്വലി നമ്മൾ മുൻപ് കണ്ട സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, ഈക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈക്വിലിബ്രിയത്തിലാണോ എന്ന് ചോദിച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതാണോ നമുക്കിപ്പോൾ തൽക്കാലം അറിയില്ല. അങ്ങനെ ഒരു പ്രൂഫൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ അറിവ് വെച്ച് ലെറ്റ്സ് സേ ദാറ്റ് ദിസ് ഓൾസോ പാസസ്. ഓക്കെ, ഓപ്ഷൻ ഡി, an isolated system is in equilibrium if the probability distribution of its microstate does not change with time. Okay, an isolated system is in equilibrium if the probability distribution of its microstates does not change with time. Okay, this also passes. Okay, നമ്മൾ പറഞ്ഞ കണ്ടീഷൻ തന്നെയാണ്. Next option is this: according to the postulate of equal a priori probabilities, a system has equal probability to be found at any energy. Okay, this is not actually true. Alright, ഒരു സിസ്റ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഏത് എനർജിയിലും അയക്കാനുള്ള പ്രോബിലിറ്റി സെയിം ആണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെവിടെയും പരിചയപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ എനർജി ഇപ്പോൾ നമുക്കറിയാം, ഇതിനൊക്കെ ഇവിടെ വേറൊന്നും പറയുന്നില്ല. ഓക്കെ, ഐസൊലേറ്റഡ് സിസ്റ്റമാണോ നോൺ ഐസൊലേറ്റഡ് സിസ്റ്റമാണോ ഈക്വിലിബ്രിയം സിസ്റ്റമാണോ ഒന്നും പറയുന്നില്ല. പക്ഷേ ഒരു സിസ്റ്റം ഹാസ് ഈക്വൽ പ്രോബിലിറ്റി ടു ബി അറ്റ് എനി എനർജി. ദാറ്റ്സ് നോട്ട് ട്രൂ. റൈറ്റ്, നമ്മൾ പിന്നീട് കാണും, എന്താണ് കനോനിക്കൽ എൻസംബിൾ എല്ലാം പഠിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്. ദ പ്രോബിലിറ്റി to find the system in any particular state is defined or it's determined by the energy. Okay, അപ്പോൾ എനർജി കൂടുതലാണെങ്കിൽ പ്രോബിലിറ്റി കുറവായിരിക്കും. അങ്ങനെയുള്ള കാര്യം നമ്മൾ കാണുന്നതാണ്. ഗ്രൗണ്ട് സ്റ്റേറ്റ്, അതായത് ലോവസ്റ്റ് എനർജിയുള്ള സ്റ്റേറ്റിനാണ് ഏറ്റവും പ്രോബിലിറ്റി കൂടുതലുള്ളതെന്നൊക്കെ നമ്മൾ കാണുന്നതാണ്. സോ ദിസ് question cannot pass. All right, so option E is the statement that is not true. Right, it doesn't say that it has equal probability to be found at any energy. No, that's not true. Okay, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മൈക്രോ കനോനിക്കൽ ഐസൊലേറ്റഡ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ എനർജി എന്താണോ ആ എനർജിയിൽ മാത്രമേ നമ്മൾ സിസ്റ്റത്തിനെ കാണുകയുള്ളൂ. റൈറ്റ്, ഏത് മൈക്രോ സ്റ്റേറ്റ് പിക്ക് ചെയ്താലും ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ എനർജി, ടോട്ടൽ എനർജി, ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈക്രോ സ്റ്റേറ്റിൽ മാത്രമേ കാണുകയുള്ളൂ. Okay, so it cannot be at any energy. In a non-isolated system എടുക്കുകയാണെങ്കിൽ the energy can change. All right, even then we will see that the probability to find the system in a microstate with any energy is not the same. Okay, all right, so that's not the same. So this is the option that we have to say is not true. Option E is the correct answer. Okay, I hope this is clear. All right, അതായത് ഈക്വൽ പ്രയറി പ്രോബിലിറ്റീസ് പറയുന്നത് ഏത് എനർജിയിലും കാണാൻ ഈക്വൽ പ്രോബിലിറ്റി ആയിരിക്കുന്നല്ല, നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്പെസിഫിക്കേഷനായിട്ട് കറസ്പോണ്ട് ചെയ്യുന്ന ഏതൊരു മൈക്രോ സ്റ്റേറ്റിലും കാണാൻ ഈക്വൽ പ്രോബിലിറ്റി ആയിരിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, ഏതൊരു എനർജിയിലും കാണാൻ ഈക്വൽ പ്രോബിലിറ്റി ആയിരിക്കുന്നല്ല, ഏതൊരു മൈക്രോ സ്റ്റേറ്റിലും കാണാൻ ഈക്വൽ പ്രോബിലിറ്റി ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഓൾറൈറ്റ്, ദാറ്റ് ടു അറ്റ് ഈക്വിലിബ്രിയം. A system for which time average and ensemble averages are equal is said to be exotic, at equilibrium, ergodic, non-ergodic. Alright, ഇത് നമ്മൾ കണ്ടതാണ്. എൻസംബിൾ ആവറേജ് ഈക്വൽ ടു ലോങ് ടൈം ആവറേജ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു സിസ്റ്റം ദ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് മസ്റ്റ് പാസ് ത്രൂ എവറി റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് അറ്റ്ലീസ്റ്റ് അറ്റ് ദ നെയ്ബർഹുഡ് ഓഫ് ഓൾ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സിസ്റ്റം ലോങ് ടൈം ആവറേജും എൻസംബിൾ ആവറേജും സെയിം ആണെന്ന് പറയാൻ കഴിയുള്ളൂ. അത്തരം സിസ്റ്റംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എർഗോഡിക് സിസ്റ്റംസ്. ഓക്കെ, സച്ച് സിസ്റ്റംസ് ആർ കോൾഡ് എർഗോഡിക് സിസ്റ്റംസ്. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. Which among the following cannot be true for a stationary ensemble? For a stationary ensemble, which of the following cannot be true? Rho is independent of both coordinates and time. Stationary ensemble not true. Okay, for a stationary ensemble. നമുക്ക് ആദ്യം ഓപ്ഷൻസ് എല്ലാം വായിച്ചു നോക്കാം. Rho is independent of both coordinates and time. Rho depends only on conserved quantities. Okay. Rho depends only on cyclic coordinates. Rho is a function of the Hamiltonian.
cannot be true. അപ്പോൾ ഇതിലേതാണ് സ്റ്റേഷനറി എൻസംബിളിൻ്റെ കാര്യത്തിൽ ശരിയാവാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ what do we mean for stationary ensemble? Let's just check this. Okay, for stationary ensemble നമുക്ക് ആദ്യം Liouville theorem എടുത്ത് നോക്കാം. d rho by dt is equal to 0 അല്ലെങ്കിൽ dou rho by dou t. So this question seems a bit confusing at first. Let's see if we can find it out. Okay, Poisson bracket rho with h equal to 0. Alright, ഇതാണ് പറയുന്നത്. ഇനി ഒരു സ്റ്റേഷനറി എൻസംബിൾ ആണെങ്കിൽ ഡോ റോ ബൈ ഡോ ടി ഈക്വൽ ടു 0 ആണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, സ്റ്റേഷനറി എൻസംബിൾ ആണെങ്കിൽ ഡോ റോ ബൈ ഡോ ടി ഈക്വൽ ടു 0. അത്തരം എൻസംബിളിനാണ് നമ്മൾ സ്റ്റേഷനറി എൻസംബിൾ എന്ന് പറയുന്നത്. സോ ദി Liouville's ഇക്വേഷൻ റെഡ്യൂസസ് ടു ദ Poisson bracket ഓഫ് റോ വിത്ത് എച്ച് ഈക്വൽ ടു 0. ഓൾറൈറ്റ്, സോ അപ്പോൾ ഇതിലേതാണ് ട്രൂ അല്ലാത്തത് അല്ലേ? ഓക്കെ, ലെറ്റ്സ് ചെക്ക് നൗ. റോ വിത്ത് എച്ച് ഈക്വൽ ടു 0 ആണെങ്കിൽ rho നമുക്ക് ആദ്യത്തെ rho is a function of the Hamiltonian. This is true. Okay, കാരണം rho with h equal to 0 ആണെങ്കിൽ if rho is a function of Hamiltonian, then the Poisson bracket of any function of Hamiltonian with the Hamiltonian is 0. Right, so this is true. ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. Rho depends only on cyclic coordinates. Okay, let's check the other options also. Okay, rho is independent of both coordinates and time. Alright, ഇനി rho എന്ന് പറയുന്നത് ടൈമിലും കോർഡിനേറ്റ്സിലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ, അതായത് rho ഒരു കോൺസ്റ്റൻ്റ് ആണ്, it does not depend on q or p, it does not depend on time, then also this condition is satisfied. Okay, because the Poisson bracket of any constant with any function is any function of q with p is equal to 0. Okay, Poisson bracket ഒരെണ്ണം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ 0 ആണ്. Okay, so even then this condition is satisfied. Rho depends only on conserved quantities. Okay, rho conserved quantities മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ rho with h equal to 0 ആണ് അല്ലേ? കാരണം conserved quantiesൻ്റെ ഡെഫിനേഷൻ എന്താണ്? A quantity A is said to be a conserved quantity if A with h is equal to 0. ഓക്കെ, അപ്പോൾ കൺസേർവ്ഡ് ക്വാണ്ടിറ്റീസ് ആണെങ്കിലും Poisson bracket 0, കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആണെങ്കിലും ഈ Poisson bracket 0 ആവും. Alright, so rho depends only on conserved quantities is also a true statement for stationary ensemble. So the wrong option is rho depends only on cyclic coordinates. ഈ സൈക്ലിക് കോർഡിനേറ്റ്സിന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് സൈക്ലിക് കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇഫ് യുവർ ഹാമിൽട്ടോണിയൻ ഡസ് നോട്ട്, അല്ലെങ്കിൽ ഇഫ് യുവർ ലഗ്രാഞ്ചിയൻ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ എനി പെർട്ടിക്കുലർ കോർഡിനേറ്റ്, ഏതെങ്കിലും ഒരു കോർഡിനേറ്റിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ആ കോർഡിനേറ്റിനെയാണ് നമ്മൾ എന്താണ് പറയുക, സൈക്ലിക് കോർഡിനേറ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഒരു റോ സൈക്ലിക് കോർഡിനേറ്റ്സിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ റോ വിത്ത് എച്ച് ഈക്വൽ ടു 0 ആവണമെന്നില്ല. റൈറ്റ്, റോ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ സൈക്ലിക് കോർഡിനേറ്റ്സ്. കാരണം അതിന് മൊമെൻറ്റം ഡിപ്പെൻഡൻസ് ഉണ്ടാവാം. അപ്പോൾ മൊമെൻറ്റം ഡിപ്പെൻഡൻസ് ഉള്ളതുകൊണ്ട് സോ ദിസ് ഇസ് നോട്ട് എൻറ്റയർലി ട്രൂ. റൈറ്റ്, so rho depends only on cyclic coordinates ആണെങ്കിൽ you cannot guarantee that the Poisson bracket of rho with h is equal to 0. Right, so that has to be the option which is not true. Okay, right. ഉദാഹരണത്തിന് q ഒരു സൈക്ലിക് കോർഡിനേറ്റ് ആണെന്ന് കരുതുക. റോ ക്യൂവിൽ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ അതിനർത്ഥം ഹാമിൽട്ടോണിയനിലും ഈ സൈക്ലിക് കോർഡിനേറ്റ് ഉണ്ടാവണമെന്നില്ല, ബട്ട് ഹാമിൽട്ടോണിയൻ കുഡ് have a dependence on p, for example. Right, so we have already found a case where this is not equal to 0. Okay, അപ്പോൾ സൈക്ലിക് കോർഡിനേറ്റ് ആയതുകൊണ്ട് ഹാമിൽട്ടോണിയനുമായിട്ടുള്ള സൈക്ലിക് കോർഡിനേറ്റിൻ്റെ എന്താണ് പറയുക, സൈക്ലിക് കോർഡിനേറ്റിൻ്റെ Poisson bracket 0 ആവണമെന്നില്ല. Okay, so this seems a bit confusing at first, but we see that option C is the statement which is not true. The statement, the trajectory of a representative point traverses in the course of time any neighborhood of any point of the relevant region is called. Okay, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് എന്താണ് പറയുക? നമ്മൾ എൻസംബിൾ ആവറേജും ലോങ് ടൈം ആവറേജും ഡിസ്കസ് ചെയ്ത് പറഞ്ഞ കാര്യമാണ്. ദ ട്രജക്ടറി ഓഫ് എ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് ട്രാവേഴ്സസ് ഇൻ ദ കോഴ്സ് ഓഫ് ടൈം എനി നെയ്ബർഹുഡ് ഓഫ് എനി ഓഫ് ദ റെലവൻറ്റ് റീജിയൻ ഈസ് കോൾഡ്. ഓക്കെ, നമ്മൾ പറഞ്ഞു എർഗോഡിക് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. എർഗോഡിക് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് പറയുന്നത് ദ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് ആക്ച്വലി പാസസ് ത്രൂ ഓൾ ദ all the points in the relevant region. എല്ലാ പോയിന്റിലൂടെയും കടന്നു പോകുന്നുണ്ടാവണം എന്ന് പറയുന്നതിനെയാണ് എർഗോഡിക് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് നോട്ട് ദിസ്. ഇവിടെ പറയുന്ന എല്ലാ പോയിന്റിൽ കൂടെയും കടന്നു പോകണമെന്നല്ല, ഫേസ് സ്പേസിലുള്ള റെലവൻറ്റ് റീജിയനിലുള്ള എല്ലാ പോയിന്റിൽ കൂടെയും കടന്നു പോകണമെന്നല്ല ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അതിൻ്റെ നെയ്ബർഹുഡിലൂടെ കടന്നു പോകണമെന്നാണ് പറയുന്നത്.
Liouville's theorem ഏതാണോ? No, this is not Liouville's theorem. This is actually called the quasi-ergodic hypothesis. Quasi-ergodic hypothesis. അതായത് എൻസംബിൾ ആവറേജ് എന്ന് പറയുന്നത് ലോങ് ടൈം ആവറേജ് ആകണമെങ്കിൽ എർഗോഡിക് ഹൈപ്പോത്തസിസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ക്വാസി എർഗോഡിക് ഹൈപ്പോത്തസിസ് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അതായത് നമ്മുടെ റെലവൻറ്റ് റീജിയണിലുള്ള പോയിൻറ്റ്സിൻ്റെ എന്താണ് പറയുക, ഫേസ് സ്പേസ് പോയിൻറ്റിൻ്റെ നെയ്ബർഹുഡിലൂടെ കടന്നു പോയാൽ മതി. ഓക്കെ, എക്സാക്ട്ലി എല്ലാ പോയിന്റിലൂടെയും കടന്നു പോകണമെന്നില്ല. ഇറ്റ് സഫിഷ്യൻറ്റ് ദാറ്റ് ഇറ്റ് പാസസ് ത്രൂ ദ നെയ്ബർഹുഡ് ഓഫ് ഓൾ ദ ഇറ്റ് ഗോസ് സഫിഷ്യൻ്റ്ലി നിയർ ഓൾ ദ പോയിന്റ്സ് ഇൻ റെലവൻറ്റ് റീജിയൺ ഓഫ് ദ ഫേസ് സ്പേസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻസംബിൾ ആവറേജ് ഈക്വൽ ടു ലോങ് ടൈം ആവറേജ് എന്ന് പറയും. ഇതിനെ നമ്മൾ ക്വാസി എർഗോഡിക് ഹൈപ്പോത്തസിസ് എന്നാണ് പറയുക. പോസ്റ്റുലേറ്റ് ഓഫ് ഈക്വൽ പ്രയർ പ്രോബിലിറ്റീസ് ഇതെല്ലാം നമുക്കറിയാം. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഫോർ എ കനോനിക്കൽ എൻസംബിൾ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ട്രൂ. ഓക്കെ, ഇത് നമ്മൾ കോൺസിക്വൻസസ് ഓഫ് Liouville's theorem കണ്ടാണ്. കനോനിക്കൽ എൻസംബിളിന് ഓപ്ഷൻസ് ഇതാണ്. റോ ഇസ് എ ഫംഗ്ഷൻ ഓഫ് റോ ഓഫ് എച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എച്ച്. റോ ഇസ് എ കോൺസ്റ്റൻറ്റ്. റോ ഇസ് 0. റോ ഇസ് ഈക്വൽ ടു h/kt. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കനോനിക്കൽ എൻസംബിൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ നമ്മൾ സ്റ്റേഷനറി എൻസംബിൾസ് ആണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് വൺ വേ ടു സാറ്റിസ്ഫൈ ദിസ് ഇസ് റോ ഇസ് ഫംഗ്ഷൻ ഓഫ് എച്ച്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ ഇതിനെയാണ് നമ്മൾ കനോനിക്കൽ എന്താണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് കനോനിക്കൽ എൻസംബിൾ എന്ന് പറയാം. ഓക്കെ, കനോനിക്കൽ എൻസംബിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണെന്ന് പറയാം. ഓക്കെ, വേർ ദിസ് ഡെൻസിറ്റി, ഫേസ് സ്പേസ് ഡെൻസിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ ഹാമിൽട്ടോണിയൻ. ഓൾറൈറ്റ്, ഉദാഹരണത്തിന് നിങ്ങൾ e⁻⁻ എന്ന് കേട്ടിട്ടുണ്ട്. ഓൾറൈറ്റ്, സോ ദിസ് ഇവിടെയും റോ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എച്ച്. റൈറ്റ്, ബട്ട് ഈ ഫംഗ്ഷൻ ആകുമ്പോഴല്ല നമ്മൾ കനോനിക്കൽ എൻസംബിൾ എന്ന് പറയുന്നത്, വേറൊരു ഫംഗ്ഷൻ ആയിരിക്കുമ്പോഴാണ് കനോനിക്കൽ എൻസംബിൾ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, so with that we conclude the discussion of phase space and Liouville's theorem. Alright, നമ്മൾ ഫേസ് സ്പേസ് കണ്ടു, ഫേസ് സ്പേസ് ട്രജക്ടറീസ് കണ്ടു, എൻസംബിൾ കണ്ടു, Liouville's theorem എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു തിയറം കണ്ടു. ആ തിയറമായിട്ട് ബന്ധപ്പെട്ട ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തു. Okay, in the next class we'll move on to the next topic. Okay, thank you.